حدثنا أبو نعيم حدثنا زكريا عن عامر قال سمعت النعمان بن بشير يقول سمعت رسول الله صلى الله عليه وآله وسلم يقول الحلال بين والحرام بين وبينهما مشبهات لا يعلمها كثير من الناس لا يعلمها كثير من الناس فمن اتقى المشبهات استبرأ لدينه وعرضه فمن اتقى المشبهات استبرأ لدينه وعرضه ومن وقع في الشبهات كراء يرعى حول الحمى يوشك أن يواقعه ألا إن لكل ملك حما ألا إن حمى الله في أرضه محارمه ألا إن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب. إذا حديث حدثنا ഞാൻ ഓതന കാട്ടണ തല കയറ്റിക്കുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് മാത്രമേ കൈക്കോട്ടെ വെച്ചിട്ട് ഞാൻ കിതാബ് കൈ പിടിക്കാത്ത. ഞാൻ ദർശനത്തോളം കിതാബ് കൈ പിടിക്കാത്ത ആളാണ്. കിതാബ് അങ്ങനെ പിടിച്ചിട്ട് ദർശനത്തങ്ങ് കഴിയൂല. അപ്പൊ അതുകൊണ്ടാണ് ഹദ്ദസന അബൂ നുഐം. ഈ ചെറുപ്പക്കാർക്ക് ഞാൻ പറഞ്ഞേ, ഈ ഹദീസിന്റെ ഒക്കെ ഒരു കെട്ടും മട്ടും നോക്കി നിങ്ങള്. ഇത് ഐതിഹ്യമില്ലല്ലോ. ഇതിപ്പോ ഇമാം ബുഖാരിയുടെയും മുസ്തഫ നബിന്റെ ഇടയിൽ 4 ആളാണ്. ഈ 4 ആളെ ചരിത്രവും നൂറുകണക്കിന് കിതാബിലുണ്ട്. അല്ല ആരെങ്കിലും ഒരാളെ അദ്ദതനാറിന് നമ്മളാണ്ട് കോരൊന്നുമില്ലേ? അപ്പൊ എല്ലാവർക്കും പറഞ്ഞൂടെ. അടുത്ത് ഞാനൊരു ചെറുപ്പക്കാരനായിട്ട് വാട്സപ്പിൽ കുറെ സംസാരിച്ചു. അള്ളാഹിനെ കുറിച്ച് ദുഷിച്ച പ്രചരണങ്ങൾ നടത്തുകയാണ് ഹദീസിലെ ഏതെങ്കിലും പ്രയോഗങ്ങൾ വെച്ചുകൊണ്ട്. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവസാനം ഓന് ഏതൊക്കെ ആളുകളുടെ ഷറിൽപ്പെട്ടിട്ടാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ ഷാഫി ഇമാമിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. മോനെ ഇനി പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഔദ്യോഗികമായിട്ടൊരു കിതാബിൽ കാണിച്ചു തരാൻ ഞാൻ എന്നെ ഒരു 3 മണിക്കൂറിന്റെ റൂമിൽ വെയിറ്റ് ചെയ്യാൻ വരുമെന്ന്. ഞാൻ സാധാരണ ഈ തർക്കിക്കുന്ന ആളല്ല, എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായില്ലേ? സമയം വേസ്റ്റ് ആകുമെന്നല്ല, അതുകൊണ്ടൊരു ഉപകാരമില്ല. അടുത്ത കാലത്ത് ഞാൻ ഇന്നൊക്കെ കുറെ ഒഴിഞ്ഞു മാറുന്ന ഒരാളാണ്. ആവശ്യമുണ്ടെങ്കിലും മറുപടി പറയാമെന്ന് മാത്രം. അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞു, ഞാനൊരു 3 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യാം. ഇത് കുറെ വാട്സപ്പിൽ കിതാബ് കൊണ്ട് അയച്ചാൽ എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കിതാബ് എന്റെ മുമ്പിൽ വന്നിട്ട് വായിക്കാൻ ധൈര്യം ഉണ്ടോന്ന് വെച്ചു. കാരണം എനിക്കറിയാം ആ കിതാബുകളൊക്കെ കുറെ ഹദ്ദസന അഖ്ബർനാന്നുണ്ട്. ഇതൊക്കെ വ്യാജാന്ന് എനിക്കറിയാം. നമ്മളൊരു ഹദ്ദസനാന്നാണ്ട് കേൾക്കുമ്പോഴേക്കും ഞെട്ടൊന്നുമില്ല. കാരണം ഇത് എവിടുന്ന് കിട്ടി, ഈ കിതാബ് എഴുതിയത് ആരാണ്, അവരുടെ ചരിത്രം എന്താണ്, നമ്മളത് ചോദിക്കും, അതിൽ പെട്ടുപോകും. ഇതിവിടെ കണ്ടില്ല നിങ്ങൾ, ഈ സനദ് എന്ന് പറഞ്ഞ ഇതാണ്. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് എന്ന് പറയാൻ കാരണം ഇതാണ്. ഹദ്ദസന അബൂ നുഐം. ഇമാം ബുഖാരിക്ക് ഇത് കിട്ടിയത് അബൂ നുഐം എന്ന മഹാനിൽ നിന്നാണ്. അവരാരാന്ന് വെച്ചാൽ നൂറുകണക്കിന് കിതാബിൽ അവരെ കുറിച്ചുണ്ട്. അപ്പൊ അബൂ നുഐം എന്നവർക്ക് എവിടുന്നാ കിട്ടിയത്? ഹദ്ദസന സക്കരിയ. സക്കരിയ എന്നുള്ള മഹാനായ ഹദീസിന്റെ ലക്ഷപ്രഭു പറഞ്ഞു കൊടുത്താണ്. അപ്പൊ സക്കരിയ എന്ന മഹാൻക്ക് എവിടുന്നാ കിട്ടിയത്? അൻ ആമിരിൻ. അവരുടെ ആമിർ എന്ന മഹാനായ താബി പറഞ്ഞു കൊടുത്താണ്. അപ്പൊ ആമിർ എന്ന മഹാനായ താബിക്ക് ഇത് എവിടുന്നാ കിട്ടിയത്? അത് അവര് പറഞ്ഞു. സമീഅത്തു അൻ-നുഅ്മാൻ ഇബ്നു ബശീർ. അൻ-നുഅ്മാൻ ബശീർ എന്ന മഹാനായ സഹാബിയാണ്. അപ്പൊ നുഅ്മാൻ ഇബ്നു ബശീർ എന്നവർക്ക് ഇത് എവിടുന്നാ കിട്ടിയത്? അവര് പറഞ്ഞു സമീഅത്തു റസൂലല്ലാഹ്. ഇത്ര മനോഹരാണ് ഈ ചെയിന്. ഈ ലിങ്ക് കണ്ടില്ല നിങ്ങള്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതിമലാണ്. അല്ല ഐതിഹ്യം വിശ്വസിക്കൂല. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഇങ്ങനെ ഒരു സനദുണ്ടോ? ഇല്ല. ബൈബിളിന് സനദുണ്ടോ? മഹാഭാരതത്തിന് ഞാൻ ആക്ഷേപിക്കല്ല, പക്ഷെ നമ്മൾ അതിന്റെ സൗന്ദര്യം പറയാണ്. മഹാഭാരതത്തിന് സനദുണ്ടോ? ഋഗ്വേദത്തിന് സനദുണ്ടോ? ഭവിഷ്യ പുരാണത്തിന് സനദുണ്ടോ? ഇല്ലല്ലോ. അതങ്ങോട്ട് പറഞ്ഞാൽ അതങ്ങോട്ട് വിശ്വസിക്കണം. ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കാൻ പാടില്ല. യാ അല്ലാഹ്. അപ്പൊ നമ്മളെ ഈ പ്രമാണത്തിന്റെ ഒരു ശക്തികൾ മനസ്സിലാക്കി വെക്കണം. അതിനാണ് ഞാൻ സനദ് വായിക്കുന്നത്. അപ്പൊ ഈ സനദ് ഇങ്ങനെ 4 ആളുകൾ അതിലുള്ളത്. ഹദ്ദസന അബൂ നുഐമിൻ ഹദ്ദസന സക്കരിയ അൻ ആമിരിൻ ഹദ്ദസന അൻ-നുഅ്മാൻ ഇബ്നു ബശീർ യഖൂൽ സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ഇനി എന്താണ് പറഞ്ഞത്? അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ.
ഹലാലും ഹറാമും വളരെ ക്ലിയർ ആണല്ലോ, കൃത്യമാണ്. എന്തൊക്കെയാണ് ഇപ്പൊ ദീനിൽ ഹലാല് നമുക്കറിയാം, എന്തൊക്കെ ഹറാമ് നമുക്കറിയാം. കള്ളുടി ഹറാമാണ്, വ്യഭിചാര ഹറാമാണ്, പലിശ ഹറാമാണ്, ഇതൊക്കെ നമുക്കറിയാം. ബൈനഹുമ മുശബ്ബഹാത്ത്, ഇതിന്റെ ഇടയിൽ എന്താ സംഗതി എന്ന് തിരിച്ചറിയാത്ത കുറെ സംഗതികളുണ്ട്. മനസ്സിലായില്ല? എന്താ ഇപ്പൊ അതിന്റെ ഹുക്കുമ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹാ കസീറും മിനന്നാസ്, ജനങ്ങളിൽ ഭൂരിഭാഗത്തിനും അതിന്റെ ഹുക്കും എന്താന്ന് അറിയില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, ഹുക്കുമുണ്ട്, പക്ഷെ എല്ലാവർക്കും അറിയില്ല. അത് ഖുർആനും ഹദീസും ശരിക്കും പഠിച്ച മുജ്തഹിദീങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമനിത്തഖൽ മുശബ്ബഹാത്തി, ഒരു സംഗതി വരുമ്പോ അതിന്റെ നിയമങ്ങൾ എന്താണെന്നറിയാത്തൊരു വിഷയത്തിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ, എന്താ പറഞ്ഞാൽ അത് വേണ്ടാന്ന് വെച്ചാൽ മതി, എന്നാ പ്രശ്നമില്ലല്ലോ. അങ്ങനെ സൂക്ഷിച്ചാൽ ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി, അവന്റെ മതത്തെയും അവന്റെ മാനത്തെയും അവൻ കാത്തു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ കുറെ മുത്തക്കങ്ങളുണ്ട്. എന്താ ഇതിന്റെ സംഗതി എന്ന് ഉസ്താദ്മാരോട് ചോദിക്കുമ്പോഴും പിടുത്തം കിട്ടില്ല. ഒരു ഉസ്താദ് ഒന്ന് പറഞ്ഞ് വേറെ ഉസ്താദ് വേറെ പറയണ്. അങ്ങനെ കുറെ ഉദാഹരണം എന്താ. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞ ഞങ്ങൾ അയിമ കയറും, അതുകൊണ്ടാണ്. സത്യത്തിൽ അതിന് ഉദാഹരണം പറയാൻ പാടില്ല. അങ്ങനത്തെ കുറെ എന്റെ മനസ്സിലുണ്ട്. എന്തിനാ ഉദാഹരണം പറയാണ്ട് കൺഫ്യൂഷൻ ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ അത് ഞാൻ വേണ്ടാന്നാണ്ട് വെച്ചു. അതൊരു ഈമാനാണ്. കാരണം ഇപ്പൊ ചെയ്യൽ നിർബന്ധമില്ല. അപ്പൊ ഞാനാ വേണ്ടാന്നാണ്ട് വെച്ചു. അങ്ങനെ ആരെങ്കിലും ശുബ്ഹാത്തിന്റെ മുശബ്ബഹാത്തിന്റെ വിഷയത്തിൽ തീരുമാനം എടുത്താൽ അവൻ അവന്റെ മതത്തെയും അവന്റെ അഭിമാനത്തെയും സംരക്ഷിച്ചവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ കേട്ടോളിട്ടോ, വമൻ വഖാ ഫി ശുബ്ഹാത്തി, ഇങ്ങനെയുള്ള വിഷയത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ, വീണു എന്ന് പറഞ്ഞാൽ അതിൽ പ്രവേശിച്ചാൽ, ഓനെ കുറിച്ച് ഒരു ഉദാഹരണം പറയണം. കറായിൻ, ഓ മേക്കുന്നവനെ പോലെയാണ്. ഇർആ ഹൗലൽ ഹിമ, നിരോധിത മേഖലയിൽ അവൻ ആടിനെ അല്ലെങ്കിൽ ഒട്ടകത്തിന് ഇങ്ങനെ മേച്ചുകൊണ്ടിരിക്കാൻ. യൂഷിക്കുവായി വാക്ക്, അതിൽ വീഴാൻ അയക്കണ്. ഒരു നിരോധിത മേഖല ഉണ്ടാവും, അതിനാണ് ഹിമ എന്ന് പറയാം. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് വീണ അപകടമാണ്. പക്ഷെ അതിന്റെ അങ്ങനെ ഒരു നിരോധിത മേഖല കണ്ട അതിന്റെ ചുറ്റുഭാഗത്തും നടക്കാതിരിക്കാണ്. അങ്ങനല്ലേ? കാരണം ചുറ്റുഭാഗത്ത് നടന്ന എന്തുണ്ടാവും? ഈ കോയൽക്കിണറിലെ കുട്ടികൾ വീണ എന്താ? അതിന്റെ ഉള്ളിൽ പോയി നേരെ പോയിട്ട് വീണാണോ അത്? നമ്മൾ സാറിന് കേൾക്കണ്ടല്ലോ കോയൽക്കിണറിൽ കുട്ടി വീണുന്ന്. ഈ കോയൽക്കിണർക്ക് കുട്ടി നേരെ പോയി ചാടണാണ്, അല്ല അതിന്റെ ചുറ്റുഭാഗം നടക്കുമ്പോൾ അറിയാതെ വീണുവാണ്. അങ്ങനെയാണ് അർത്ഥം വെച്ചാൽ മതി, അങ്ങനെ വെച്ചോളൂ. അപ്പോ പാടില്ലാത്ത സ്ഥലം ഉണ്ടെങ്കിൽ ആ ഏരിയക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം ഏരിയക്ക് പോയാൽ ചിലപ്പം സ്ലിപ്പായിട്ട് വീണെന്ന് വരും. അങ്ങനെയുള്ളവനെ പോലെയാണ് ശുബ്ഹാത്തിൽ വീണവൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ശുബ്ഹാത്തിൽ വീണാ പിന്നെ നേരെ പോയിട്ട് മറ്റേൽ വീഴും. അപ്പൊ അതിലേക്ക് നേരെ ശുബ്ഹാത്തിനെ പോകണ്ടെന്ന് വെച്ചാൽ മതി. അങ്ങനെ ആരെയും തീരുമാനിച്ചാൽ അവന്റെ മതത്തെയും മാനത്തെയും അവൻ കാത്തവനാണ് എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ അറിയണേ, ഇന്ന ലികുല്ലി മലിക്കിൻ, എല്ലാ രാജാക്കന്മാർക്കുമുണ്ട് ഹിമൻ, ഒരു നിരോധിത മേഖലയുണ്ട്. രാജാക്കന്മാര് പുറത്തു വരുമ്പോ എല്ലാവർക്കും കാണാം, സ്റ്റേജിൽ വരുമ്പോ എല്ലാവർക്കും കാണാം. പക്ഷെ നോ അഡ്മിഷൻ ഉണ്ടല്ലോ, ഇല്ലേ? ഇല്ലേ? നോ അഡ്മിഷൻ. എന്നിട്ട് പറയാണ്, അല അറിയണേ, ഇന്ന ഹിമല്ലാഹി ഫീ അർളിഹി മഹാരിമു, അള്ളാഹു ആകുന്ന രാജാവിന് ഭൂമിയിൽ നിരോധിത മേഖല ഉണ്ട് എന്ന് പറഞ്ഞാൽ നോ അഡ്മിഷൻ ഉണ്ട്. അതവൻ ഹറാമാക്കിയ കാര്യങ്ങളാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഹറാമാക്കിയ കാര്യങ്ങളിൽ വീഴുവോന്ന് പേടിച്ചിട്ട് എന്താ എന്ന് നിയമം അറിയാത്ത കാര്യങ്ങളിലേക്കും കടക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഈമാന്റെ പൂർണ്ണത എന്നർത്ഥം. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഹദീസ് കൊണ്ട് കൂട്ടിയത്. അല അറിയണേ, ഇന്ന ഫിൽ ജസദി മുൽഗ, ഏതൊരു മനുഷ്യന്റെയും ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സലഹത്ത്, അത് നന്നായാൽ സ്വലഹൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും നന്നായി. വൈദാ ഫസദത്ത്, അത് കെട്ടുപോയാൽ ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും കെട്ടുപോയി. അല അറിയണേ, വഹിയ, അതാണ് അൽ ഖൽബ്, ഖൽബ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ഖൽബ് എന്നതിന് ഒരുപാട് മാനുണ്ട്. അൽ ഖൽബു യുത്ലഖു ലിമഅനൈനി, അൽ അവ്വലു ലഹ്മുൻ മഖ്സൂസുൻ ഫി ജാനിബിൽ ഐസരി മിനസ് സദർ, അതൊരു ഖൽബാണ്. ഹാദൽ ഖൽബ് മൗജൂദുൽ മയ്യിത്തി ബൽ ഹുവ മൗജൂദുൽ ബഹായിമി എന്ന ഹീൽ കാണാം, ഗസാലിമാവിന്റെ ഹീൽ. ഈ അർത്ഥത്തിലുള്ള ഖൽബ് അത് പെരിച്ചായിക്കൊണ്ട്, പുലിക്കൊണ്ട്, കരടിക്കൊണ്ട്, പോത്തിനുണ്ട്, എല്ലാത്തിനുണ്ട് അങ്ങനത്തെ ഖൽബ്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഖൽബ് അതല്ല. ഇതിലാണ് ECG ഉള്ളത്. ECGയുടെ ചെസ്റ്റ് അത് മൃഗങ്ങൾക്കുണ്ട്, മനുഷ്യന് മാത്രമല്ല. മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഖൽബെന്ന് വേറെയാണ്.
അതിന്റെ കേന്ദ്രം ഈ മാംസപിണ്ഡത്തിന്റെ ഉള്ളിന്റെ ഉള്ളാണ്. അതുകൊണ്ട് അങ്ങനെ വരാൻ കാരണം അത് നന്നായി. ഇനിയിപ്പോ അതിന് നേരെ ചെസ്റ്റ് എന്ന് അർത്ഥം വെച്ചാലും ഇങ്ങനെ തന്നെ വരിക. കാരണം മനുഷ്യന്റെ ശരീരത്തില് ഏറ്റവും സുപ്രധാനമായ ഭാഗം ചെസ്റ്റാണ്. അതുകൊണ്ടല്ല അറ്റാക്ക് വന്നാൽ വേഗം ഡോക്ടറെ അടുത്ത് പോണേ അല്ലേ? കൈക്ക് കടച്ചിൽ നിന്ന് ആരെങ്കിലും ഡോക്ടറെ അടുത്ത് പോവോ? കാലിന് മസിൽ കയറി ആരെങ്കിലും ഡോക്ടറെ അടുത്ത് പോവോ? അറ്റാക്ക് ഹാർട്ടിന് വേദന എന്താ ഉടനെ പോണ്? ഇത് ശരിയായ ഒക്കെ ശരിയായി. അതന്നെ ഇത് ശരിയായ ഒക്കെ ശരിയായി. ശരീരം അങ്ങനെ തന്നെയാണ്. ഹാർട്ടിന് ട്രബിൾ വന്നാൽ ശരീരമൊക്കെ കുഴഞ്ഞു. വേറെ എവിടെ വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. പുറം വേദന ഒന്ന് ആരെങ്കിലും ശരീരം പോയിന്ന് പറയോ? അല്ല അറ്റാക്ക അങ്ങനെയാണ് വലിക്കും. കാരണം എന്താ? അറ്റാക്ക് വന്നാൽ കഴിഞ്ഞു. ഞാൻ അങ്ങനെ അർത്ഥം വെച്ചാലും ശരിയാണ്. പക്ഷെ ഈ അറ്റാക്കിനെ കുറിച്ചല്ല ഈ പറയണത്. മനുഷ്യനെ മനുഷ്യനാക്കുന്നൊരു സംഗതി ഉള്ളിലുണ്ട്. അത് ശരിയാ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ചുരുക്കിയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ് എന്ന് പറയാം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ഉറപ്പന്നല്ലേ? ഞാൻ കാണണതിന്റെ കണ്ണുകൊണ്ടാണ്, ഞാൻ പിടിക്കണതിന്റെ കൈ കൊണ്ടാണ്, ഞാൻ നടക്കണതിന്റെ കാലം കൊണ്ടാണ്. പക്ഷെ എങ്ങോട്ട് നടക്കണം തീരുമാനിക്കണ കാലം ആണോ? ഞാൻ കാണുന്നത് കണ്ണുകൊണ്ടാണ്, പക്ഷെ എന്ത് കാണണമെന്ന് തീരുമാനിക്കണ എന്റെ കണ്ണല്ല. ഞാൻ കേൾക്കുന്നത് ചെകിട് കൊണ്ടാണ്, പക്ഷെ എന്ത് കേൾക്കണമെന്ന് തീരുമാനിക്കുന്ന എന്റെ ചെകിടല്ല. അത് വേറെ സംഗതിയാണ്. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതാണ്. അത് നന്നായൊക്കെ നന്നായി, അത് കേടുന്നൊക്കെ കേടുന്നു. നോമ്പ് എന്തിനാണ്? ഇത് നന്നാക്കുന്ന പരിപാടിയാണ്, വേറൊന്നുമില്ല. പട്ടിണി കിടത്തിയിട്ട് അള്ളാഹ്ക്ക് എന്താ കാര്യമുള്ളത്? ഞാൻ നോമ്പിന്റെ ആദ്യത്തിൽ നിങ്ങളോട് പറഞ്ഞൊരു സംഗതി ഉണ്ടോ? നോമ്പ് നോക്കണമെന്ന് ഖുർആനിൽ ഒറ്റ സ്ഥലത്തേ പറഞ്ഞിട്ടുള്ളൂ. കുത്തിബ അലൈക്കും മുസ്ലിം എന്ന് പറഞ്ഞ നോമ്പൊക്കെ നിർബന്ധമാണെന്നല്ല, ഒരിക്കലും അങ്ങനെ അർത്ഥമില്ല. കാരണം അത് ആ ആയത്തെ ഇറങ്ങിയ സമയത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നോമ്പ് നോക്കുന്നവർക്ക് നോക്കാം, അലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുഅമു മിസ്കീൻ. കഴിയുന്ന ആളുകൾക്ക് തന്നെ ഫിദിയ കൊടുത്ത് കണ്ട് നോമ്പ് നോക്കാതിരിക്കാന്ന്. നോമ്പിന് ഓർഡർ വന്ന സമയത്ത് രണ്ട് ഓപ്ഷൻ തന്നിരുന്നു. വേണമെങ്കിൽ നോൽക്കാം, വേണമെങ്കിൽ അരി കൊടുത്താൽ മതി. ആദ്യ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ നോക്കും, കുറെ ആൾക്കാർ അന്നത്തെ ധാന്യം കൊടുത്തിട്ട് കഴിച്ചിലാവും ചെയ്യും. അങ്ങനെ ഇരുന്നു. ഇനി നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ കാര്യമല്ല. അവരെ അന്നത്തെ കാലത്ത് നോമ്പ് എങ്ങനെയാ നിങ്ങള്? മഗ്രിബ് ആങ്കണ് കൊടുത്താല് എന്തെങ്കിലും തിന്ന് പിന്നെ ഉറങ്ങിയ ഒന്നും കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ എശാന്റെ ഒത്ത് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പാടില്ല. ഇനി എശാന്റെ മുമ്പ് തന്നെ ഒരാൾ ഉറങ്ങി നോട്ട് ഉറങ്ങി എണീച്ചാൽ ഒന്നും തിന്നാൻ പാടില്ല. പിന്നെ അടുത്ത മാരി വരെ പിടിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ എന്ന് സഹാബാക്കൾ ആദ്യകാലത്ത് നോമ്പ്. കൈസ് എന്നുള്ളൊരു നിങ്ങൾക്ക് നേരം വെക്കണ്ടോ? കൈസ് എന്നുള്ളൊരു മഹാനായ സഹാബി അത്താഴം പിടിച്ചുകൊണ്ട്, അത്താഴം പിടിക്കൽ എപ്പോഴാ? മഗ്രിബിന്. അത്താഴം പിടിച്ചുകൊണ്ട് വയലത്തേക്ക് പോയി കൃഷി നടത്താൻ പോയി. എന്നിട്ട് അവിടുന്ന് നിസ്കരിക്കും ഒക്കെ കഴിഞ്ഞ് കുറെ സമയിച്ച് മഗ്രിബ് ആ നേരത്തെ വീട്ടിൽ കയറി എന്നിട്ട് അറിഞ്ഞു, പിന്നെ എന്തെങ്കിലും എന്താ ഇവിടെ നോമ്പറക്കാന്? പഠിച്ചാൻ വരാൻ നിങ്ങളിപ്പോ ഇറങ്ങി, ഞാൻ കൊളർത്തില്ലല്ലോ, ഞാൻ വേണം ഉണ്ടാക്കാം, അവിടെ ഇരുന്നോളിന്ന് അറിഞ്ഞു. ഭാര്യ പോയിട്ട് സാധനമൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്ക് മുപ്പര് ക്ഷീണിച്ചു വന്നിരിക്കല്ലോ, ഉറങ്ങിപ്പോയി. ഇനി തിന്നാൻ പറ്റൂല. മഗ്രിബായാലും ഒന്നും വാങ്ങിയാ പിന്നെ തിന്നാൻ പറ്റൂല. അന്നത്തെ നിയമം അങ്ങനെയാണ്. ഭാര്യ ഭക്ഷണം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോഴേക്കും മുമ്പൻ അവിടെ ഇരുന്ന് ഉറങ്ങിക്കണേ. പഠിച്ച തമ്പുരാൻ, ഞാൻ അടുത്ത നോമ്പ് ഇങ്ങനെ പിടിക്കണം. എത്രയായി സമയം? ഈ മഹാന് നോമ്പ് പിടിച്ചുകൊണ്ട്, മുറിച്ചുകൊണ്ടല്ലേ, നോമ്പ് പിടിച്ചുകൊണ്ട് പിന്നെയും കൃഷിത്തോട്ടത്തിലേക്ക് പോയി ബോധം കെട്ടാണ്ട് പോകും. അപ്പോഴാണ് അല്ലാഹു തആല മൂന്നാമത്തെ നിയമം ഇറക്കിയത്. രാത്രിയിൽ നിങ്ങൾ ഫജ്ർ സാദിക്ക് വെളിവാവണവരെ തിന്നോളും കുടിച്ചോളും, ഭാര്യമാരായിട്ട് ബന്ധപ്പെട്ടോളും, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പത്തെ ഈ നോമ്പുണ്ടല്ലോ, ഇത് 4ാം സ്റ്റെപ്പാണ്. അതിന് മുമ്പ് 3 സ്റ്റെപ്പ് വേറെ ഉണ്ട്. അപ്പൊ കുത്തിബ അലൈക്കും മുസ്ലിം എന്നാണ് അതിന്റെ അർത്ഥം. നോമ്പൊക്കെ നിർബന്ധമാണെന്ന് അന്നർത്ഥം വെക്കാൻ പറ്റൂല. നോമ്പ് നോക്ക നിർബന്ധമാണെന്നുള്ള ഒറ്റ സ്ഥലത്തേ പറഞ്ഞിട്ടുള്ളൂ. ഫമൻ ഷഹീദ മിൻകും അശ്ശഹ്റ ഫല്യസും. പക്ഷെ തഖ്വ ആണെന്ന് 200 ചില്ലാൻ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 200 ചില്ലാൻ സ്ഥലത്ത് പറഞ്ഞ നമ്മൾ വലിച്ചേർന്നു, ഒറ്റ സ്ഥലത്ത് പറഞ്ഞത് എടുത്തു. അതാണ് ഇന്നത്തെ അപകടം. അതന്നെ അല്ല പറഞ്ഞു, വൈകാന വൈദ്യത്വമിന്നയ്യ എന്താണോ അതിന്റെ നിങ്ങൾ രോഗിയാണെങ്കിൽ യാത്രയാണെങ്കിൽ അതും വേണ്ട, മറ്റൊരു സമയത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്നാ രോഗിയാണെങ്കിൽ യാത്രയാണെങ്കിൽ തക്ക വേണ്ടെന്നുള്ള പറഞ്ഞു. അതെപ്പോഴും വേണ്ടേ? അപ്പൊ എപ്പോഴും വേണം, എന്നും വേണം എന്ന് ഉറപ്പുള്ള സാധനമാണ്ട് മാറ്റിവെച്ചു. 10 മണിക്കൂർ പട്ടിണി കിടന്നോളിയും എന്നത് എടുത്തും ചെയ്തു. അതാണ് നോമ്പ് മർമ്മത്ത് കൊള്ളാത്തത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നോമ്പ് എന്നുള്ളത് കൽബിന്റെ അറ്റകുറ്റപ്പണിക്കുള്ളതാണ്. അതാണ് തഖ്വ. അതാണ് ഇദാ സലഹത്ത് സലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അല്ലാഹു നമ്മുടെ നോമ്പൊക്കെ അവിടെ എത്തിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർ റഹീമനായ അല്ലാഹു പറഞ്ഞും കേട്ട് നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഹൃദയങ്ങൾ മാരിഫത്തിന്റെ വേദികളാക്കണേ അല്ലാഹ്. മഹബത്തിന്റെ പാത്രങ്ങളാക്കണേ അല്ലാഹ്. നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരണേ അല്ലാഹ്. കൽബിൽ നിന്നെ നൂറുകൊണ്ട് നിറക്കണേ അല്ലാഹ്. ശരീരത്തിൽ ആരോഗ്യം നൽകണേ അല്ലാഹ്. ജീവിതം അന്തസ്സാക്കി തരണേ അല്ലാഹ്. ദീന് കാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹറാമുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ദൂരെ നിന്നും അടുത്തുനിന്നായിട്ട് വരുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ സാസിലുണ്ട് അല്ലാഹു. അവരെന്താണോ ഹൈറായത് ഉദ്ദേശിച്ചതൊക്കെ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഈ സാസിൽ പങ്കെടുക്കുന്ന ഒരാളെയും കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ വിറകാക്കി കരിക്കല്ല അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, വേജാറുകളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, രോധനങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാഹ്. സാസിലെ ആലിമീങ്ങൾ, മുത്താലിമീങ്ങൾ, കച്ചവടക്കാർ, യാത്രക്കാർ, പ്രവാസികൾ എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും തലമുറയും സ്വർഗസ്ഥരാക്കണേ അല്ലാഹ്. ആരെയും എക്സ് മുസ്ലിമീങ്ങളോ പിഴച്ചവരോ ആക്കല്ല അല്ലാഹ്. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. جعلنا من خيار أمته ومن محبيه. واغفر لنا يا غفار وانصرنا يا نصير وهب لنا يا وهاب واستر عيوبنا يا ستار وارحمنا يا رحمن واغفر لوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولمن دفنوا حول هذا المسجد في هذه البلدة ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. السلام عليكم.